നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ മിഥുനക്കൂറിലാണ് ആദ്യത്തെ 45 നാഴിക വരുന്നത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനക്കരമുണ്ട്. നിവർത്തി സ്ഥാനാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന വ്യാഴമാണ് 12 നിൽക്കുന്നത്. അത് കാരണം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടാതിരിക്കുകയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാൽ മാത്രം അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കുകയും ചെയ്യാൻ യോഗമുള്ള സമയമാണ്. അതായത് വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണെങ്കിൽ പോലും കുറച്ച് പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വരും. എന്നാൽ വീട്ടിൽ തന്നെ നിന്ന് പ്രവൃത്തിയെടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചധികം ദോഷങ്ങളാണ് കാണുന്നത്. കാരണം 4ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കുടുംബത്തിൽ അസ്വസ്ഥത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. 17ാം തീയതിക്ക് ശേഷം സഹായ സ്ഥാനാധിപതി കൂടി 4ാം ഭാവത്തിലേക്ക് വരുമ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ സഹായ സ്ഥാനത്ത് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുടുംബത്തിൽ കുറച്ച് കലഹങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 12ാം വ്യാഴം എന്ന് വരുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ്. ലഗ്നാൽ 5ാം ഭാവത്തിലേക്ക് ബുധൻ 10ാം തീയതി വരും. അപ്പോൾ അതുവരെ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ബുധൻ ലഗ്നാധിപതിക്ക് 4ാം ഭാവത്തിൽ ബലമുണ്ടെങ്കിലും പിന്നീട് 5ാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് 5ാം ഭാവത്തിലേക്ക് വരികയും ശുക്രൻ 12ാം തീയതി തന്നെ വൃശ്ചികൻ രാശിയിലേക്ക് മാറും, അതായത് ശത്രുസ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗമാണ് പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവർക്കുള്ളത്. ദൈവാധീന കുറവുണ്ട്. കർമ്മസംബന്ധമായിട്ട് കർമ്മസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം കർമ്മതടസ്സം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. അപ്പോൾ പുതിയൊരു തൊഴിൽ കണ്ടെത്തുകയോ അതല്ലെങ്കിൽ ഉള്ള തൊഴിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട അവസ്ഥ വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ചെയ്യണമെന്ന് മാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുള്ളത് കാരണം കൊണ്ട് എക്സസൈസ് പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ബോഡി ചെക്കപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നത്തിൻ്റെ 12ാം സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട്. എന്നാൽ അഷ്ടമശനിയാണ്, ശനിദോഷത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ശനി അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. എങ്കിലും 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനും 4ാം ഭാവത്തിൽ ബുധനൊക്കെയാണ്. അപ്പോൾ കാരണം കേന്ദ്ര സ്ഥാനങ്ങളിൽ ശുഭഗ്രഹങ്ങളൊക്കെ നിൽക്കുകയും സർവാഭിഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനിട വരികയൊക്കെ ചെയ്യും. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവാധിപതി 12ാം ഭാവത്തിലാണ്. എന്നാൽ 20ാം തീയതി ജന്മത്തിലേക്ക് വരും. അപ്പോൾ അവിടെ നീചഭംഗ ചക്രവർത്തി യോഗം വരും. അപ്പോൾ തൊഴിലൊരു സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ദേവീ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാനും അയ്യപ്പ ക്ഷേത്ര നീരാജനം വഴിപാട് കഴിപ്പിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.